വെൽക്കം ടു സ്റ്റഡി ടൈം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹ്യൂമനിസത്തിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത്. റിനൈസൻസ് ആൻഡ് സയൻസ്. ഇന്നലെ പഠിച്ചത് റിനൈസൻസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രാഫിയാണ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് റിനൈസൻസ് ആൻഡ് സയൻസ് ആണ്. ഇത് വലിയ ചാപ്റ്റർ ആയതും ഒരുപാട് കണ്ടന്റ് ഉള്ളത് കൊണ്ടുമാണ് കുറച്ചായിട്ട് എടുക്കുന്നത്. ഇൻ ദി ഇയർ 1609 ദി ലൈറ്റ് ഓഫ് സയൻസ് ഷോൺ ഇൻ ദി മോഡസ്റ്റ് ഓഫ് house in Padua as Galileo set out to prove that the sun is fixed and the earth is on the moon. 1609 സയൻസിൻ്റെ പ്രകാശം, ശാസ്ത്രത്തിൻ്റെ പ്രകാശം ഉദിച്ചുയർന്നു എന്നാണ് പറഞ്ഞത്. എങ്ങനെ ഉദിച്ചുയർന്നു? പാതുവയിലെ തൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഗലീലിയോ ഒരു കാര്യം തെളിയിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. എന്താണ് അദ്ദേഹം പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ തെളിയിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നത്? സൺ എന്ന് പറയുന്നത്, സൂര്യൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. മറിച്ച് ഭൂമിയാണ് സൂര്യനെ ചുറ്റുന്നു എന്നാണ് ഗലീലിയോ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത്. കാരണം അന്ന് വരെ 16-17 നൂറ്റാണ്ടുകളിലെല്ലാം വിശ്വസിച്ചിരുന്നത് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്നുമാണ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഗലീലിയോ പറഞ്ഞു, ഭൂമിയല്ല സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും സൂര്യൻ ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നുവെന്നാണ് അന്ന് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഗലീലിയോ പറഞ്ഞു, ഭൂമിയല്ല, സൂര്യനെയാണ് ഭൂമിയും മറ്റുള്ള ഗ്രഹങ്ങളും ചുറ്റുന്നത് എന്ന് എന്ത് ചെയ്തു? ഗലീലിയോ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരുന്നു. ദിസ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദി പ്ലേ ഓൺ ദി ലൈഫ് ഓഫ് ഗലീലിയോ ബൈ ദി ഫേമസ് ജർമ്മൻ പ്ലേ റൈറ്റ് ബെർട്ടോൾട്ട് ബ്രെക്റ്റ്. ഈ മുകളിൽ കൊടുത്തിരുന്ന വരി, ഇൻ ദി ഇയർ 1600 എന്ന് പറയുന്ന ഈ വരി എന്ന് പറയുന്നത് പ്രശസ്തനായ ജർമ്മൻ നാടകകൃത്തായ ബെർട്ടോൾട്ട് ബ്രെക്റ്റിൻ്റെ ഗലീലിയോയുടെ ജീവിതം, ദി ലൈഫ് ഓഫ് ഗലീലിയോ എന്ന് പറയുന്ന നാടകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നു, എന്താ ദി ലൈഫ് ഓഫ് ഗലീലിയോ എന്ന് പറയുന്ന നാടകം ആരാണ് എഴുതിയത്? ജർമ്മൻ പ്ലേ റൈറ്റായ ബെർട്ടോൾട്ട് ബ്രെക്റ്റ്. Until the 16th century, the belief that the earth was the center of universe prevailed. 16ാം നൂറ്റാണ്ട് വരെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എർത്ത് വാസ് ദി സെൻറ്റർ ഓഫ് യൂണിവേഴ്സ് പ്രിവെയിൽഡ്. എർത്താണ് പ്രപഞ്ചത്തിൻ്റെ സെൻറ്റർ. 16ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന വിശ്വാസം എന്തായിരുന്നു? എർത്തായിരുന്നു പ്രപഞ്ചത്തിൻ്റെ സെൻറ്റർ എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. എന്നാൽ ദീസ് ലൈൻസ് റെഫേഴ്സ് ടു ദി അറ്റംപ്റ്റ്സ് മെയ്ഡ് ബൈ ഗലീലിയോ who challenged and negated the geocentric belief. ജിയോസെൻട്രിക് ബിലീഫിനെ നിരാകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് ഗലീലിയോ എന്ത് തെളിയിക്കാൻ തുടങ്ങി? അദ്ദേഹം വെല്ലുവിളിച്ചു, ഭൂമിയല്ല, ജിയോസെൻട്രിക് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ സെൻറ്റർ ജിയോ എന്ന് പറഞ്ഞാൽ ഭൂമിയാണെന്നാണ് അതുവരെ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഗലീലിയോ പറഞ്ഞു, ഭൂമിയല്ല, പ്രപഞ്ചത്തിൻ്റെ സെൻറ്റർ ഭൂമിയല്ല, മറിച്ച് ജിയോസെൻട്രിക് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ കേന്ദ്രം എന്നാണ് 16ാം നൂറ്റാണ്ട് വരെ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഗലീലിയോ പറഞ്ഞത് സൂര്യൻ സ്ഥിരമായിട്ട് നിൽക്കുന്നു, സൂര്യനെ ചുറ്റി, സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും സൂര്യനെ ചുറ്റിയാണ് മറ്റ് ഗ്രഹങ്ങൾ, ഭൂമി ഉൾപ്പെടുന്ന ഗ്രഹങ്ങൾ കറങ്ങുന്നതുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത്. നമുക്കിനി എങ്ങനെയാണ് ഹൗ ദി റിനൈസൻസ് ഇൻഫ്ലുവൻസ് ദി എക്സിസ്റ്റിംഗ് ബിലീഫ് ആൻഡ് റാഷണൽ തിങ്കിങ് ഇൻ ദിസ് മാറ്റർ. എങ്ങനെയാണ് റിനൈസൻസ് അന്നുണ്ടായിരുന്ന ബിലീഫിനെയും അന്നുണ്ടായ വിശ്വാസങ്ങളെ റിനൈസൻസ് തിങ്കിങ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്, അതുപോലെ റാഷണൽ തിങ്കിങ് യുക്തിചിന്ത എങ്ങനെയാണ് റിനൈസൻസിലൂടെ സയൻസിനെ സ്വാധീനിച്ചത് എന്നുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ദി റിനൈസൻസ് ലെയ്ഡ് ദി ഫൗണ്ടേഷൻ ഫോർ ദി എവല്യൂഷൻ ഓഫ് മോഡേൺ സയൻസ്. മോഡേൺ സയൻസിൻ്റെ പരിണാമത്തെ എന്ത് ചെയ്തു? അതിന് എവല്യൂഷൻ ചെയ്യുന്നതിനും മോഡേൺ സയൻസിൻ്റെ എവല്യൂഷന്
അടിസ്ഥാനമിടാൻ റെനേസൻസിന് കഴിഞ്ഞു. റിമാർക്കബിൾ ട്രാൻസ്ഫോർമേഷൻസ് ടുക്ക് പ്ലേസ് ഇൻ ദി ഫീൽഡ് ഓഫ് ആസ്ട്രോണമി ഡ്യൂറിങ് ദിസ് പീരീഡ്. റിമാർക്കബിൾ ട്രാൻസ്ഫോർമേഷൻ പ്രാധാന്യം അറിയിക്കുന്ന ഒരുപാട് പരിവർത്തനങ്ങൾക്ക് ആസ്ട്രോണമിയിൽ ഈ കാലത്ത് ഉണ്ടായി. സയൻറ്റിസ്റ്റ് പുട്ട് ഫോർവേഡ് എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് വ്യൂ ദാറ്റ് പ്ലാനറ്ററി മോഷൻസ് ആർ ഗവേൺഡ് ബൈ മെറ്റീരിയൽ. ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഈ കാലഘട്ടത്തിൽ ആസ്ട്രോണമിയിൽ ഉണ്ടായി, അല്ലെങ്കിൽ വാനശാസ്ത്രത്തിൽ. ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ വാനനിരീക്ഷണ ശാസ്ത്രത്തിൽ ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടായി. സയൻറ്റിസ്റ്റ് പുട്ട് ഫോർവേഡ് ദ ഗ്രൗണ്ട് ബ്രേക്കിംഗ് വ്യൂ ദാറ്റ് പ്ലാനറ്ററി മോഷൻസ് ആർ ഗവേൺഡ് ബൈ മെറ്റീരിയൽ ഫോഴ്സസ്. സയൻറ്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞർ പറഞ്ഞു, ഒരു പുതിയ അറിവ്, ഒരു പുതിയ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച്. എന്താ അത്? പ്ലാനറ്ററി മോഷൻസ് ആർ ഗവേൺഡ് ബൈ മെറ്റീരിയൽ ഫോഴ്സസ്. ഭൗതികമായ ബലങ്ങളാണ് പ്ലാനറ്ററി മോഷൻസിന് കാരണമെന്ന് അവർ പറഞ്ഞു. ദി ജിയോസെൻട്രിക് മോഡൽ ഓഫ് ടോളമി വിച്ച് പൊസിഷൻ എർത്ത് അറ്റ് ദി സെൻറ്റർ ഓഫ് യൂണിവേഴ്സ് റിമെയിൻഡ് അൺചലഞ്ച്ഡ് അണ്ടിൽ ദി 16th century. നമുക്കിവിടെ 2-3 ശാസ്ത്രജ്ഞന്മാർ വരും, ആസ്ട്രോണമിസ്റ്റ് വരും. അതിൽ ടോളമിയെ മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാവരും ഒരു കാറ്റഗറി വരുന്നതാണ്. ടോളമി പറഞ്ഞിരുന്നത് 16ാം നൂറ്റാണ്ട് വരെ ടോളമിയുടെ സിദ്ധാന്തമാണ് അൺചലഞ്ചിൽ അല്ലെങ്കിൽ അൺബ്രേക്കബിൾ, ചലഞ്ച് ചെയ്യാനപ്പെടാത്ത ഒരു വിശ്വാസമായിട്ട് നിലനിന്നിരുന്നു. ഏതുവരെ? 16ാം നൂറ്റാണ്ട് വരെ. എന്താണ് ആ വിശ്വാസം? ജിയോസെൻട്രിക് മോഡൽ, ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നാണ് ടോളമി വാദിച്ചിരുന്നത്, ടോളമി പറഞ്ഞു വെച്ചിരുന്നത്. ആ വിശ്വാസമാണ് എന്ത് ചെയ്തെന്ന് 16ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നത്. എന്നാൽ later, Nicolaus Copernicus, a Polish astronomer and priest, challenged the prevailing doctrine. പോളിഷ് ആസ്ട്രോണമറും പുരോഹിതനുമായ പ്രീസ്റ്റുമായ കോപ്പർനിക്കസ് ഈ ടോളമിയുടെ ജിയോസെൻട്രിക് സിദ്ധാന്തത്തെ എന്ത് ചെയ്തു? എതിർത്തു. He presented a revolutionary argument that the center of universe is not the earth but the sun. അതേ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ച്. എന്താ? യൂണിവേഴ്സിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എർത്ത് അല്ല, എന്താണ്? സണ്ണാണ്, സൂര്യനാണ്. അത് റെവല്യൂഷണറി ആർഗ്യുമെൻ്റ് ആയിരുന്നു. കാരണം അന്ന് വരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്നൊരു അന്ന് വരെ വിശ്വസിച്ചതിൽ നിന്നും വ്യത്യാസമായ ഒരു ആശയം കൊണ്ടുവന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെവല്യൂഷണറി എന്ന് പറയുന്നത്. അപ്പോൾ റെവല്യൂഷണറി ഐഡിയ ആയിരുന്നു എന്ത് കൊണ്ടുവന്നത്? കോപ്പർനിക്കസ് കൊണ്ടുവന്നത്. എന്തായിരുന്നു ഐഡിയ? യൂണിവേഴ്സ് എന്ന് പറയുന്ന, യൂണിവേഴ്സിൻ്റെ സെൻറ്റർ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് നോട്ട് ദി എർത്ത് ബട്ട് ദി സൺ. സണ്ണാണ് യൂണിവേഴ്സിൻ്റെ സെൻറ്റർ, ഭൂമിയല്ല. ത്രൂ ഹിസ് ഒബ്സർവേഷൻസ്, അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനിലൂടെ കോപ്പർനിക്കസ് ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ദി എർത്ത് ആൻഡ് ദി അതർ പ്ലാനറ്റ്സ് റിവോൾവ് എറൗണ്ട് ദി സൺ. അതുപോലെ കോപ്പർനിക്കസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്താ? എർത്ത്, ഭൂമി ഉൾപ്പെടുന്ന മറ്റ് ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്നാണ് അദ്ദേഹം വാദിച്ചത്. ദി റെവല്യൂഷണറി ഡിസ്കവറീസ് ഓഫ് കോപ്പർനിക്കസ് വാസ് ഫർദർ elucidated and expanded upon by Galileo Galilei and Johannes Kepler. ഈ കോപ്പർനിക്കസിൻ്റെ ഈ ഐഡിയാസ് എക്സ്പാൻഡ് ചെയ്യാനാണ് ഗലീലിയും ജോഹന്നാസ് കെപ്ലറും ശ്രമിച്ചത്. അപ്പോൾ നമുക്ക് ഓഡ് 1 അത് ഈ ജോഹന്നാസ് കെപ്ലർ, ഗലീലി, ടോളമി, ഇതിൽ ഓഡ് 1 കൂട്ടത്തിൽപ്പെടാത്തത് ആരാണ്? ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസായിട്ട് ചോദിക്കും. ആരാണ്? ടോളമിയാണ്. കാരണം എന്താ? അദ്ദേഹം ജിയോസെൻട്രിക് ഡോക്ടറിൻ്റെ ആളായിരുന്നു. എന്നാൽ മറ്റുള്ളവരെല്ലാം എന്താ? സണ്ണാണ് യൂണിവേഴ്സിൻ്റെ സെൻറ്റർ എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ടോളമിയെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി നിർത്താം. ജിയോസെൻട്രിക് എന്ന് പറഞ്ഞിട്ട് ടോളമിയെ മാറ്റി നിർത്തണം. ഗലീലിയും ജോഹന്നാസ് കെപ്ലറും കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്തത്തെ എക്സ്പാൻഡ് ചെയ്യാനാണ് ശ്രമിച്ചത്. കെപ്ലേഴ്സ് പാത്ത് ബ്രേക്കിംഗ് ഫൈൻഡിങ്സ് റിവീൽഡ് ദാറ്റ് ദി സ്പീഡ് ഓഫ് പ്ലാനറ്റ് വേരിഡ് ബേസ്ഡ് ഓൺ ദെയർ ഡിസ്റ്റൻസ് ഫ്രം ദി സൺ, വിച്ച് ലെയ്ഡ് ദി ഫൗണ്ടേഷൻ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി 17th century ഫോർ ഐസക് ന്യൂട്ടൺസ് ഫോർമുലേഷൻ ഓഫ് ദി തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ. കെപ്ലറുടെ ഒരു പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ്, വെളിപ്പെടുത്തലുണ്ടായി, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, പ്ലാനറ്റിൻ്റെ സ്പീഡിനെ നിയന്ത്രിക്കുന്നത് സൂര്യനിൽ നിന്ന് എത്ര അകലെയാണോ ഗ്രഹങ്ങൾ, പ്ലാനറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്, അതിനെ ആശ്രയിച്ചിരിക്കും അവയുടെ സ്പീഡ്, അവയുടെ ദൂരം. പ്ലാനറ്റ്സിൻ്റെ, ഭൂമി ഉൾപ്പെടുന്ന പ്ലാനറ്റിൻ്റെ ദൂരം സ്പീഡ് എന്തിനെ ആശ്രയിച്ചിരിക്കും? സൂര്യനിൽ നിന്നുള്ള അകലത്തെ ആശ്രയിച്ചിരിക്കും.
ഈ കണ്ടുപിടുത്തമാണ്, ഈ ഫൈൻഡിങ്സ് ആണ് 17-ാം നൂറ്റാണ്ടിൽ ഐസക് ന്യൂട്ടൺ തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണ ബലം ഫോം ചെയ്യാനായിട്ട് കാരണമായത്. കാരണം ഭൂമിക്ക് ഗ്രാവിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഭൂമിയിൽ നിന്ന് അകലം കൂടുന്തോറും ഒരു വസ്തു എന്ത് ചെയ്യുന്നു, ഭൂമി ഗ്രാവിറ്റേഷൻ ആ ഭൂഗുരുത്വ ബലത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്നു. ഭൂമിയുടെ അടുത്തുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. അവിടെ അകലം, ഡിസ്റ്റൻസ് ഒരു ഘടകമായിട്ട് നിൽക്കുന്നു. വിത്ത് ദി ടെലസ്കോപ്പ് ദാറ്റ് ഹി ഡിസൈൻ, ഗലീലിയോ ഗലീലി മേഡ് എ സെമിനൽ discoveries including satellites of Jupiter and rings of Saturn. Galileo's findings provide conclusive evidence in support of Copernicus principles. കോപ്പർനിക്കസിൻ്റെ പ്രിൻസിപ്പിൾസിനെ തെളിവുമായിട്ട് ഗലീലിയോ ഗലീലി എന്ത് ചെയ്തു, അദ്ദേഹം ഒരു സാധനം കണ്ടുപിടിച്ചു. എന്താ അതിൻ്റെ പേര്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന് കമൻറ്റ് ചെയ്യൂ അറിയാമെങ്കിൽ. ഗലീലിയോ ഗലീലി കണ്ടുപിടിച്ചത്, ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലിയാണ്. അദ്ദേഹം ഈ ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉപഗ്രഹങ്ങൾ, ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ വ്യാഴം, സാറ്റേൺ എന്ന് പറഞ്ഞാൽ ശനി, വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെയും ശനിയുടെ വലയങ്ങൾ, റിങ്സ് എന്ന് പറഞ്ഞാൽ റിങ്സ് ഓഫ് സാറ്റേൺ എന്ന് പറഞ്ഞാൽ ശനിയുടെ വലയങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ഇത് കോപ്പർനിക്കസിൻ്റെ പ്രിൻസിപ്പിൾസിന് ഒരു പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത്, ടോളമി പഠിച്ചു, ജിയോസെൻട്രിക് ഡോക്ട്രിൻ, പിന്നെ കോപ്പർനിക്കസ്, ഗലീലിയോ ഗലീലി, ജോഹന്നാസ് കെപ്ലർ, ഇവരെല്ലാം. ടോളമി വേറൊരു ഗ്രൂപ്പ്, ബാക്കിയുള്ള 3 പേരും ഒരേ ഗ്രൂപ്പ്. പഠിക്കാൻ എളുപ്പമല്ലേ, ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ 4 പേര് ഓർത്തിരിക്കുക. 16, 17 നൂറ്റാണ്ട്, 16-ാം നൂറ്റാണ്ട് വരെ ഭൂമിയാണ് ജിയോസെൻട്രിക് മെത്തേഡ് അല്ലെങ്കിൽ ജിയോസെൻട്രിക് പ്രിൻസിപ്പിൾസ് ആരുടെ, ടോളമിയുടേതാണ് അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ 17-ാം നൂറ്റാണ്ട് മുതൽ കെപ്ലർ, ജോഹന്നാസ് കെപ്ലർ, കോപ്പർനിക്കസ്, ഗലീലിയോ ഗലീലി ഇവരെല്ലാം സൂര്യനാണ് യൂണിവേഴ്സിൻ്റെ സെൻറ്റർ എന്ന് വാദിച്ചു. ഇത്രയും ഓർത്തിരുന്നാൽ മതി. അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. ഇനി Copernicus, the Renaissance also witnessed significant advance in the field of medicine, particularly anatomy. Renaissance പുരോഗതി ഉണ്ടാക്കിയ, റിനേസൻസ് ഇൻഫ്ലുവൻസ് ചെയ്ത മറ്റൊരു മേഖലയാണ്, റിനേസൻസ് മൂലം ഡെവലപ്മെൻ്റ് ഉണ്ടായ മറ്റൊരു മേഖലയാണ് മെഡിസിൻ. പ്രധാനമായും മെഡിസിനിലെ അനാട്ടമി, ശരീരശാസ്ത്രത്തെയാണ് പ്രധാനമായും ഒരുപാട് അഡ്വാൻസ് ഉണ്ട്, പുരോഗതി ഉണ്ടായത്. ദിസ് ഈസ് സയൻറ്റിസ്റ്റ് Paracelsus conducted extensive research on the causes of diseases and tried to develop remedies. സ്വിറ്റ്സർലൻഡിലെ സയൻറ്റിസ്റ്റായ പരാസെൽസസ് അദ്ദേഹം എക്സ്റ്റെൻസീവായ വ്യാപകമായ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുകയും അതിലൂടെ രോഗങ്ങൾക്ക് കാരണമാകുന്ന കാസസ് ഓഫ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ രോഗത്തിന് എന്താണോ കാരണമാകുന്നത് അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനുള്ള റെമഡീസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. രോഗങ്ങളെക്കുറിച്ച് പഠിച്ച് ആ രോഗങ്ങൾക്ക് കാരണമാകുന്ന വസ്തുക്കളെക്കുറിച്ച് പഠിക്കുകയും അതിനുള്ള റെമഡീസ് അല്ലെങ്കിൽ മെഡിസിൻസ്, അതിനുള്ള പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മീൻവെയിൽ ആൻഡ്രിയാസ് വെർസേലിയസ് പയൻഡിയർ in the study of human anatomy through the meticulous dissection of cadavers, thereby contributing substantially to the field of human anatomy. ഹ്യൂമൻ അനാട്ടമി, ശരീരശാസ്ത്രത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച ഒരാളാണ് ആൻഡ്രിയാസ് വെർസേലിയസ്. അദ്ദേഹം എന്താ ചെയ്തത്, അദ്ദേഹം കഡാവേഴ്സ്, അതായത് ഡെഡ് ബോഡിയാണ് കഡാവർ എന്ന് പറയുന്നത്, അതിൻ്റെ മെഡിക്കൽ നയമാണ് കഡാവറിനെ ഡെഡ് ബോഡികളെ കീറി മുറിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പഠിച്ചു. രോഗങ്ങളെക്കുറിച്ചും മരണകാരണങ്ങളെക്കുറിച്ചും ശരീരശാസ്ത്രത്തിനെക്കുറിച്ചും ഒക്കെ പഠിച്ചു. അങ്ങനെ പഠിച്ച ആളാണ് ആര്, ആൻഡ്രിയാസ് വെർസേലിയസ്. അപ്പോൾ ഹ്യൂമൻ അനാട്ടമിയെക്കുറിച്ച് ഒരുപാട് കഡാവർസിനെ കുറിച്ചും അല്ലെങ്കിൽ കഡാവറിനെ ഉപയോഗിച്ചുകൊണ്ട് ഹ്യൂമൻ അനാട്ടമിയെ പഠിച്ച പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റാണ് ആര്, ആൻഡ്രിയാസ് വെർസേലിയസ്. പിന്നെ വേറൊരു സയൻറ്റിസ്റ്റിൻ്റെ പേര് പരാസെൽസസ്. ഈ 2 പേരും ഹ്യൂമൻ അനാട്ടമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം റിനേസൻസ് സയൻസ് ചോദിച്ചാൽ അതിൽ ഓർക്കേണ്ട കാര്യങ്ങൾ
ടോളമി, ജിയോസെൻട്രിക് പ്രിൻസിപ്പിൾസ്, കോപ്പർനിക്കസ്, ഗലീലിയോ ഗലീലി, കെപ്ലർ. സൺ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ യൂണിവേഴ്സിൻ്റെ കേന്ദ്രമാണെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. പിന്നെ പ്ലാനറ്ററി മോഷൻസ്, മെറ്റീരിയൽ മോഷൻസ് ആർ ഗവേൺഡ് ബൈ മെറ്റീരിയൽ ഫോഴ്സസ്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതുക. പിന്നെ ഗലീലിയുടെ ഫൈൻഡിങ്സ് എന്താണ്? പിന്നെ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചതും ജൂപ്പിറ്ററിൻ്റെയും സാറ്റേണിനെയും കുറിച്ചും പഠിച്ചത് ഗലീലിയോ ഗലീലിയാണ്. പിന്നെ അടുത്തത് ഓർക്കേണ്ടത് അനാട്ടമിയെക്കുറിച്ച് പഠിച്ച 2 പേരാണ്. ആരാണ്? പരാസെൽസസ് അദ്ദേഹവും ആൻഡ്രിയാസ് വെസേലിയസുമാണ്. ഇത് 2 പേരെയും കുറിച്ച് പഠിക്കുക. അവരുടെ ഫൈൻഡിങ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇന്ന് ഇത്രയും മതി. നാളെ ഒരു ദിവസം കൊണ്ട് ക്ലാസ് ഫസ്റ്റ് ചാപ്റ്റർ തീർക്കും. നിങ്ങളെന്തായാലും നാളെ ക്ലാസ് ഇടുന്നതായിരിക്കണം. നിങ്ങളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നിങ്ങൾ അതോടൊപ്പം അമർത്തുക. എന്നാലേ ഞാൻ ഇടുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ബൈ.